ഹലോ, അഫീസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിൽ കുറച്ച് ഇൻട്രസ്റ്റും അതേപോലെ ഇത്തിരി ക്രിയേറ്റിവിറ്റിയും അതിനോട് കൂടിയിട്ട് കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ നല്ല ഭംഗിയുള്ള ഹോം ഡെക്കേഴ്സ് നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് നിങ്ങളെ കാണിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്തിട്ടുള്ളത് ഞാനല്ല, മൂത്തുമ്മ ചെയ്തിട്ടുള്ള വർക്ക്സാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യട്ട. എന്നിട്ട് തൊട്ടപ്പുറത്തെ ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. ബെലൈക്കണിൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കാം. അപ്പോൾ ഈ കാണുന്നതൊക്കെ അവരുടെ വീട്ടിലെ ഷോക്കേസിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസാണ്. മൂത്തുമ്മക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. പക്ഷേ മൂത്തുമ്മ കുറേ നാളായിട്ട് ഇതേപോലെ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കും. നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത്. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിതൊക്കെ കാണുമ്പോൾ ആലോചിക്കാറുണ്ട് കേട്ടോ, ഇതൊക്കെ എങ്ങനെ പറ്റണത്, എങ്ങനെ സമയം കിട്ടണത് എന്നൊക്കെ. ഇപ്പോൾ ചിലർ ഇപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണുമ്പോൾ അത് അത്ര വല്ലാണ്ട് കാര്യമാക്കി വില വെക്കാറില്ല. പക്ഷെ അങ്ങനല്ല, ഇതൊക്കെ ചെയ്യാൻ സമയത്തിൻ്റെ അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ സമയം ഉണ്ടാക്കിയും നമ്മളത് ചെയ്യും. പക്ഷേ ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് മാത്രമേ, കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇത്തരത്തിലുള്ള വർക്ക്സൊക്കെ നമ്മൾ മാക്സിമം അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതെല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കും. നമ്മൾ ചെയ്തൊരു കാര്യം മറ്റുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. ഈ ഒരു വാൾ ഹാങ്ങിങ് വെളുത്തുള്ളിയുടെ തോലി വെച്ചിട്ടാണ് ആ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ. പിന്നെ ഇത് പിസ്ത ഷെല്ല് വെച്ചിട്ടൊരു വേറൊരു വർക്കാണ്. അത് ആ വയറ്, ആ കാണുന്ന സ്റ്റെമ്മ് വയറ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കണുണ്ട്, പെയിൻറ്റ് ചെയ്തേക്കണതാണ്. അതിൻ്റെ ബോർഡർ പേപ്പർ പെയിൻറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ബോർഡർ കൊടുത്തിരിക്കുന്നത്. ഇതൊരു വേറെ സിമ്പിൾ ഗ്ലാസ് പെയിൻറ്റിങ് ആണ്. പിന്നെ ഇത് പേപ്പർ മെറ്റീരിയൽ പോലത്തെ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചേക്കണതാണ്. ഈ ഒരു വാൾ ഹാങ്ങിങ് കുമ്പളങ്ങയുടെ സീഡ്, കുമ്പളങ്ങയുടെ കുരു വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പോട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് കാർഡ്ബോർഡ് വെച്ചിട്ടും ഇല സപ്പോർട്ടഡ് ഇലയാണ്. പിന്നെ ഇതൊരു സിമ്പിൾ. പിന്നെ ഈ കാണുന്നതും കുമ്പളങ്ങയുടെ കുരു വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വേറൊരു ഫ്ലവറിൻ്റെ ഒരു വാൾ ഹാങ്ങിങ് പോലത്തെ ഒരു വർക്കാണ്. പിന്നെ അതിൻ്റെ ഇലയും അതിൻ്റെ ഇല പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് അതിൽ പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ കണ്ടിട്ട്? ഇത് അടക്കയില്ലേ, അടക്ക വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഇങ്ങനത്തെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് വീഡിയോസ് കണ്ടിരുന്നു. അപ്പോൾ അടക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അത്. പിന്നെ ഇത് നമ്മളെ ഇതില്ലേ കോഴിഞ്ഞിലിൻ്റെ ഭാഗത്തൊരു പൂ പോലെ ഉണ്ടാവില്ലേ, അതെടുത്ത് പെയിൻ്റ് അടിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ സ്റ്റെമ്മ് പേപ്പർ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇലയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു കുഞ്ഞി വീട് ഐസ്ക്രീം സ്റ്റിക്കും അതേപോലെ ആ സ്റ്റെപ്പൊക്കെ മറ്റേ തീപ്പെട്ടിയുടെ ബോക്സില്ലേ അതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് ഒരു ചെറിയൊരു പോട്ട് ഇതുപോലെ പെയിൻ്റ് അടിച്ചിട്ട് അതിൽ വെച്ചിരിക്കണം എന്താണെന്ന് മനസ്സിലായില്ലേ, അത് അടക്കയാണ്. അടക്ക നല്ല ഭംഗിയിൽ പെയിൻ്റ് അടിച്ച് വെച്ചേക്കണതാണ് അക്രിലിക് പെയിൻ്റ് കൊണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ പാളല്ലേ, പാള മുറിച്ച് ഇതേ ഷേപ്പിൽ വെട്ടി പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കണതാണ് ഒരു പോട്ടിൽ. പിന്നെ അത് പനയുടെ കതിരാണ്, ആ ഒരു വൈറ്റ് കളറിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട്. ഈ കാണുന്നത് എഗ് ഷെല്ല് ഒട്ടിച്ച് വെച്ചിരിക്കണതാണ്. ആ താഴത്തെ പോട്ടിൽ ഒരു എഗ് ഷെല്ലാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്, എന്നിട്ട് പെയിൻറ്റ് ചെയ്തിരിക്കണതാണ്. ആ മുകളിലത്തതും പൂവ് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ.
ഇത് വേറൊരു ഐറ്റം, അത് നമ്മളെ ചിരട്ടയില്ലേ, ചിരട്ട ഒട്ടിച്ച് വെച്ചേർക്കണതാണ്. ഇതൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ളതാണ്. എഗ് ഷെല്ലിൻ്റെതും കുറേ മുൻപ് ചെയ്ത് വെച്ചിട്ടുള്ള, കുറേ കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട് അത് ചെയ്തിട്ട്. പിന്നെ ഇതും പാളയുടെ ഇത് മുറിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ആ ഫ്ലവേഴ്സ് വൈറ്റ്, ഓറഞ്ച്, ഗ്രീനൊക്കെ ഇല്ലേ, അത് പാള മുറിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതൊരു സിമ്പിൾ പിസ്ത ഫ്ലവർ ചെയ്തെടുക്കണത്. ഈ കാണുന്ന വർക്ക് എന്ന് പറഞ്ഞത് നമ്മളെ ഉണക്കമുളകിൻ്റെ ഞെട്ടില്ലേ, അത് എടുത്തിട്ട് പിന്നെ മാലയുടെ മുത്തൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റെം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റെമ്മ് പേപ്പർ കൊണ്ടും ചിലത് ഈ മരത്തിൻ്റെ കമ്പുകൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ ക്രാഫ്റ്റ് ചെയ്യാനൊന്നും നമുക്ക് പുറമേ നിന്ന് അങ്ങനെ ഒന്നും വാങ്ങിക്കേണ്ടി വരില്ല സാധനങ്ങൾ. പക്ഷേ ആകെ കയ്യിലുണ്ടാവേണ്ടത് അക്രിലിക് പെയിൻറ്റ് ഉണ്ടാവണം, പശ ഉണ്ടാവണം, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മതി. പിന്നെ ഞാനൊക്കെ സ്കൂളിൽ ക്രാഫ്റ്റ് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് ഇങ്ങനെ മെറ്റീരിയൽസൊക്കെ മേടിക്കണം, പൈസ കൊടുത്ത് വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ വീട്ടിലുള്ള സിമ്പിൾ സാധനങ്ങൾ, നമ്മളെ പറമ്പിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ ക്രാഫ്റ്റുകൾ ഐറ്റംസ് ഉണ്ടാക്കാം. ഇതൊക്കെ കണ്ട തെങ്ങിൻ്റെ ഈ പനയുടെ കതിര് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ പെയിൻ്റ് അടിച്ച് വെക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, കുറേ നാൾ അതേപോലെ നിൽക്കുകയും ചെയ്തോളും. അതേപോലെ നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത ചില ബോട്ടിൽസ്, ഗ്ലാസ്, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, അപ്പോൾ ഇതൊക്കെ ഐസ്ക്രീം മറ്റേ സ്റ്റിക്കാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ പേപ്പർ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്. അതേപോലെ ഇതുപോലത്തെ പോട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെയിൻ്റ് അടിച്ച് അതൊരു ഫ്ലവർ വേസ് ആക്കിയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ മൂത്തുമ്മ ചെയ്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.